ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ടിഷ്യൂ വെച്ചിട്ടൊരു ടോപ്പാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്തൊരു ടോപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടിഷ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ 3 മീറ്റർ മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് നെക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അധികം ഇറക്കാത്തൊരു നെക്കാണ് കേട്ടോ, 5.5 ലെങ്ത്തിലാണ് കേട്ടോ നമ്മൾ നെക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. 3.5 നമ്മൾ വിത്ത് കൊടുക്കുന്നത്. പേപ്പർ 2ആയിട്ട് മടക്കിയിട്ടു, എന്നിട്ട് മുകളിൽ നിന്ന് 3.5 വീതിയിൽ മാർക്ക് ചെയ്തു. താഴോട്ട് നമുക്ക് വേണ്ടത് 5.5. പിന്നെ ഒരു അര ഇഞ്ച് കൂടെ കൂട്ടി 6.5 ഇതാ ഒരു മാർക്ക് കൊടുത്തു. എന്നിട്ട് ഇതിനെ ഒരു ബോക്സ് ഷേപ്പ് ആക്കിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് 1 ഇഞ്ചിന് സൈഡിൽ വെച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്ന് റൗണ്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ആ നേവി ബ്ലൂ കളറിലാണ് ചെസ്റ്റ് ക്രിയേറ്റ് ചെയ്ത്, ആ നേവി ബ്ലൂ കളറിൽ തന്നെയാണ് ഹാൻഡ് വർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും നേവി ബ്ലൂ കളറിൻ്റെ ആ ഒരു വിത്ത് നോക്കണം. അപ്പോൾ 5.5 കേട്ടോ ഞാൻ എടുക്കുന്നത്. 5.5 നമ്മൾ തുണി മടക്കിയിട്ടെടുത്തുനിന്ന് 5.5. പിന്നെ നമുക്ക് അതിന് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ 6ൽ നമ്മൾ ഒരു മാർക്ക് കൊടുത്തു. എന്നിട്ട് താഴോട്ട് ഞാൻ ടോട്ടൽ എടുക്കുന്ന ലെങ്ത്ത് 15 കേട്ടോ. 15 എടുക്കുന്നത്. മുകളിൽ നമ്മൾ ഷോൾഡർ അടിച്ച് പോകുമ്പോൾ 1/2 ഇഞ്ച് പോകും. അപ്പോൾ 14.5 14 കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ ചെയ്യുന്ന XXL സൈസിലുള്ള ടോപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇറക്കിയത്. അപ്പോൾ അതിൽ കുറവുള്ള ആൾക്കാരാണെങ്കിൽ, സൈസ് കുറവുള്ള ആൾക്കാരാണെങ്കിൽ ഇത്രയും ഇറക്കാൻ നിൽക്കേണ്ട. മാക്സിമം 13 ഇറക്കിയാൽ മതി. അതിൽ കൂടുതലാകുമ്പോഴത്തേനും നമ്മുടെ വേസ്റ്റിൻ്റെ പാർട്ടിലേക്ക് വരും ഈ ബ്ലൂ. അപ്പോൾ അതും ഒരു ബോക്സ് ഷേപ്പായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു 1.5 ഇഞ്ചിൽ ഞാൻ കേർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ XXL ആയതുകൊണ്ടാണ് 1.5 ഇഞ്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ കുറവുള്ള ആൾക്കാരാണെങ്കിൽ ഇത്രയും വൈഡാക്കി കൊടുക്കണ്ട, കുറച്ച് വൈഡ് മതി കേട്ടോ. അപ്പോൾ നെക്കൂടെ ഒന്ന് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ ചെസ്റ്റിൻ്റെ പാർട്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെസ്റ്റ് പോർഷനും കട്ട് ചെയ്തു, അതേപോലെ നെക്കും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂ, ഞാൻ പോളിക്കോട്ടനാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നെക്കൊന്ന് ഔട്ട്ലൈൻ ചെയ്തെടുത്തു. എന്നിട്ട് നെക്കിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് സ്ട്രെയിറ്റ് താഴോട്ടൊരു ലൈൻ കൊടുത്തിട്ടാണ് ആ ചെസ്റ്റിൻ്റെ പോർഷൻ കറക്റ്റ് വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്കൊരു എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്തിട്ട് ഫ്രെയിമിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സൂചി എടുത്തു, നൂല്. പിന്നെ ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് ഞാൻ ചുമന്ന ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. നെക്കിൻ്റെ ആ വരച്ചെടുത്തും ഔട്ട്ലൈൻ, അതേപോലെ ചെസ്റ്റ് ഫുള്ള് കവറാവുന്ന ഔട്ട്ലൈനും റെഡിലാണ് കേട്ടോ കൊടുക്കുന്നത്. ഷുഗർ ബീഡ്സ് 2 എണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ലോക്കിട്ടെടുക്കുന്നത്.
നെക്കിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ചെസ്റ്റിൻ്റെ ഔട്ട്ലൈൻ ചെയ്ത പോർഷനും ഇതേപോലെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യുവാണേ. ആ ഫോട്ടോയിൽ കണ്ട സെയിം രീതിയിലൊന്നും അല്ല ചെയ്യുന്നത്, നമ്മുടേതായ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഔട്ട്ലൈൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അതിന് തൊട്ടകത്തായിട്ട് നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒരു ലെയർ കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇതേപോലെ ഒരു 4 ലെയർ നമുക്ക് ഇതേപോലെ ലൈൻ മാത്രം ചെയ്ത് കൊടുക്കാനുണ്ട്. അതും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്യുന്നതൊരു ചെയിനാണ്, ഒരു പേളിൻ്റെ ചെയിനാണ്. ഇതേപോലെ അതാണ് കേട്ടോ നെക്സ്റ്റ് ലെയർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഉണങ്ങി വരാൻ അല്പം ടൈം എടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ചെസ്റ്റിനകത്ത് ഇതേപോലെ മിററാണ് കേട്ടോ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത്. എവിടെയൊക്കെയാണോ തിക്കായിട്ടോ, നമ്മുടെ ഇഷ്ടം, തിക്കായിട്ട് വേണമെങ്കിൽ തിക്കായിട്ട് കൊടുക്കാം. ഞാനിപ്പം അല്പം ഗ്യാപ്പ് ഇട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്ത് നമുക്ക് ആ മിറർ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ
ചെയിൻ, ആ പേളിൻ്റെ ചെയിന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ചുറ്റും നമുക്ക് സിക്സാക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അത് ഇളകി വരാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ സ്റ്റിച്ച് ഇട്ടെടുത്തില്ലെങ്കിൽ. ഗം ഒട്ടിച്ചിട്ട് സ്റ്റിച്ച് ഇടുന്നത് അല്പം റിസ്ക്കിയാണ്, പക്ഷേ രക്ഷയില്ല. നമ്മൾ ഗം ഒട്ടിക്കാതെ ചെയ്യാൻ നിന്നാൽ അത് ഒരുപാട് ടൈം എടുക്കും കേട്ടോ. ഈ ചെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് മൂവ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പാടാണ്. അതുകൊണ്ടാണ് ഗം ഒട്ടിച്ചത്. ഗം ഒട്ടിച്ചിട്ട് ചെയ്യാൻ അതിനേക്കാളും പാടാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതിൽ സ്റ്റിച്ചിട്ട് എടുക്കുവാണേ. പിന്നെ അതിനോട് ചേർന്ന് ഒന്നുകൂടെ നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തെടുക്കുവാണേ. ഇനി നമ്മൾ ആ ഒട്ടിച്ച് വെച്ച മിററിന് ചുറ്റും റെഡ് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ഹൈലൈറ്റ് ചെയ്തെടുത്തു. പിന്നെ അതിന് താഴെയായിട്ട് ഒരു 2 mm ബീഡ്സ് കൊടുത്തിട്ട് ഒരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഒരു ലീഫ് കൂടെ മുകളിലോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു 2 ഷുഗർ ബീഡ്സ്, ഗോൾഡൻ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കുവാണ് കേട്ടോ. എല്ലാത്തിനും ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഗ്യാപ്പുള്ള വശത്ത് ജസ്റ്റ് ഒരു 3 ഡോട്ട് കൊടുത്തിട്ട് നമ്മളൊരു ലീഫ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ ഹാൻഡ് വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയി. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഇനി ഔട്ട്ലുക്ക് കണ്ടാലോ? വായോ. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ മാക്സിമം പോളിക്കോട്ടൻ്റെ തുണി അവോയ്ഡ് ചെയ്യുക. പോളിക്കോട്ടൻ്റെ തുണിയും ടിഷ്യൂൻ്റെ തുണിയായിട്ട് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.